കോഴിക്കോട് നാദാപുരത്ത് വിവാഹ സംഘം സഞ്ചരിച്ച വാഹനത്തിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അക്രമം. 1 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒരാളെ വളയം പോലീസ് അറസ്റ്റ് ചെയ്തു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ എന്താണ് സംഭവിച്ചത്? എന്ത് സാഹചര്യത്തിലാണ് ഈ വിവാഹ സംഘത്തിന് നേരെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്? ദേവിക, ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. നാദാപുരം കല്ലാച്ചി വളയം റോഡിൽ നിന്ന് ചെക്യാടിലേക്ക് പോകുന്നതിനിടയ്ക്ക് ജാതിയേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. 1 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ള 4 പേരടങ്ങുന്ന ഒരു സംഘം കാറിൽ യാത്ര ചെയ്യവേ ഒരു സ്ഥലം ജാതിയേരി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയ സമയത്ത് അവിടെ ഒരു ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ റോഡിൽ വാഹനം നിർത്തിയിട്ടിരുന്നു. ഇവരുടെ വാഹനത്തിൽ പോകാൻ സാധിക്കാത്ത രീതിയിൽ അതൊന്ന് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായത്. ഈ സംഘങ്ങളായിട്ടുള്ള ലീഗ് പ്രവർത്തകരൊക്കെ ചേർന്ന് ഈ വണ്ടിയുടെ ചില്ല് അടിച്ചു തകർക്കുകയായിരുന്നു. ഈ 4 പേരും വാഹനത്തിനകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അക്രമത്തിൽ കുട്ടിയുടെ കണ്ണിന് 1 വയസ്സുള്ള കുട്ടിയുടെ കണ്ണിന് ചെറിയ പരിക്കുപറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടിയെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ അമ്മയെയും അച്ഛനെയും, കുട്ടിയുടെ അമ്മയും അച്ഛനും അമ്മാവനുമായിരുന്നു വണ്ടിയിലുണ്ടായിരുന്നത്. അവരിപ്പോ നാദാപുരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടിയുടെ കണ്ണിന് സാരമായ പരിക്ക് പറ്റിയതിനെ തുടർന്ന് മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലയം പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. കണ്ടാൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ ആളുകളല്ലാത്തതിനാൽ ആരൊക്കെയാണ് ആക്രമിച്ചതെന്നതിനെ സംബന്ധിച്ച നേരിട്ട് പരിചയമുള്ള ആളുകളില്ല എന്നാണ് നമ്മൾ ഇവരുമായി ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഇതിന്റെ വീഡിയോ ഉൾപ്പെടെയുള്ള പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പോലീസുമായി അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അതിന്റെ നടപടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ മറ്റു നടപടികളിലൊക്കെ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുട്ടിയുടെ കണ്ണിന് സാരമായി പരിക്കുപറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വണ്ടിയുടെ ഒരു കാറായിരുന്നു, എത്തിയോസ് കാറായിരുന്നു. കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ച സമയത്താണ് ഈ കുട്ടിയുടെ കണ്ണിലേക്ക് ചില്ല് തെറിക്കുകയും ചെറിയൊരു പരിക്ക് പറ്റുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധമായ പരിശോധനയ്ക്കായിട്ട് കുട്ടിയെ മറ്റു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ബാക്കി 3 പേരും, അച്ഛനും അമ്മയും അമ്മാവനും ഉൾപ്പെടെയുള്ള ആളുകൾ നാദാപുരം ആശുപത്രിയിലുണ്ട്. വളയം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി.